പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടെ കണ്ടുണരുവാൻ കർത്താവ് സഹായിച്ച വൻകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്ക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ നോക്കിക്കേ, രൂത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ആമേൻ. നമ്മുടെ കാര്യങ്ങൾ കർത്താവിനെ അറിയിക്കുക അത്രേ വേണ്ടത്. നമുക്ക് ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആമേൻ. നമുക്ക് ആശ്രയിക്കുവാനും ഒരു രക്ഷകനുണ്ടെന്നത് തന്നെ ഭാഗ്യമല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മിണ്ടാതിരിക്കാം. നമ്മൾ അപ്പൻ്റെ മക്കളാണ്. നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മുടെ അപ്പൻ കാര്യം നടത്തി തരാതിരിക്കില്ല. പക്ഷേ അതിന് നമ്മൾ എന്ത് വേണം? അനുസരണം. അതാണ് നമുക്ക് വേണ്ടത്. 3:3 പറയുന്നു, ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുതേ. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. അതിന് അവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ രൂത്തിൻ്റെ അനുസരണമാണ് അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അമ്മാവിയമ്മ കുറച്ച് കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആമേൻ. അതനുസരിക്കുവാൻ അവൾ തയ്യാറാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾക്ക് അനുസരണമുണ്ടോ? നമ്മുടെ പിതാവ് പറയും നാം കേൾക്കാറുണ്ടോ? നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നാം നോക്കാറുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലണമെന്ന്. ആമേൻ. കുളിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളെ തന്നെ വെടിപ്പാക്കുക. നമ്മുടെ അകത്തെ മാലിന്യങ്ങൾ കഴുകി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനാണ് അവിടെ പറയുന്നത്. നമുക്കൊരു പുതിയ സൃഷ്ടിയാവാതെ, പുതുതായി ജനിക്കാതെ നമുക്കൊരിക്കലും കർത്താവിനെ യഥാർത്ഥമായി അറിയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിലുള്ള മാലിന്യങ്ങൾ, ആമീൻ, നമ്മളുടെ കർത്താവിൻ്റെ ഹിതമല്ലാത്തതൊക്കെയും നമ്മൾ ചെയ്തു പോകും. ആമീൻ. നമ്മൾ മനുഷ്യരാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ കഴുകണം. ആമീൻ. നമ്മുടെ മാലിന്യങ്ങൾ, ഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ ഒന്ന് കഴുകിക്കളയണം. ആമീൻ. വീണ്ടും ജനനമില്ലാതെ, കഴുകൽ പ്രാപിക്കാതെ ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ആമീൻ. പിന്നെ രൂത്തിനോട് നവോമി പറയുന്നത് തൈലം പൂശാൻ പറയുന്നു. തൈലം പൂശുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുവാനാണ്. ആമീൻ. പരിശുദ്ധാത്മാവാണ് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നത്. അഭിഷേകം എന്ന തൈലം പൂശണം. സകല സത്യങ്ങൾ ഉപദേശിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ, സ്തോത്രം. നവോമി അടുത്തതായി പറയുന്നത് വസ്ത്രം ധരിക്കാൻ പറയുന്നു. ആമേൻ. നീതി എന്ന വസ്ത്രം ധരിക്കണം. നമ്മെ വീണ്ടെടുത്ത് കൊണ്ടുവന്നെങ്കിൽ നീതിയായി ജീവിക്കണം. വചനത്താൽ കഴുകൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ തൈലം പൂശി നീതി എന്ന വസ്ത്രം ധരിച്ച് വേണം കളത്തിലിറങ്ങാൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പിന്നെ ലോകത്തിൽ വ്യത്യസ്തതയുള്ളവരാണ്. എല്ലാത്തിൽ നിന്നും ഒരു വേർപാട് നമുക്കുണ്ടാകണം. ആമേൻ. ക്രിസ്തു എന്ന മണവാളൻ്റെ മണവാട്ടിമാരാണ് നാം ഓരോരുത്തരും. ഈ ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ പലരും അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ മണവാട്ടിമാരായി നമ്മൾക്കെല്ലാത്തിനും വേർപാട് ആവശ്യമാണ്. കർത്താവിന് ഇഷ്ടമല്ലാത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. പുതുതായി ജനിച്ച് കഴുകൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്ന നമ്മളിൽ ഓരോരുത്തർക്കും വേർപാട് ആവശ്യമാണ്. പിന്നെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. ഹല്ലേലൂയ. വ്യത്യസ്തമായിരിക്കണം നമ്മുടെ ജീവിതം. അതുപോലെ കർത്താവിൻ്റെ ഇഷ്ടമറിഞ്ഞ് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ അനുസരിച്ച് അപ്പൻ്റെ സന്നദ്ധിയിൽ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ നമ്മുടെ പിതാവിനടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. ആ കാര്യം സാധിക്കും വരെ കർത്താവ് സ്വസ്ഥമായിരിക്കില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആ കാര്യം നിവർത്തിച്ചു തരും. ഹല്ലേലൂയ, സ്തോത്രം. ആ കാര്യം സാധിക്കും വരെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് അപ്പൻ്റെ പാദപീഠത്തിൽ കിടക്കണം. ഹല്ലേലൂയ. രാത്രിയുടെ യാമത്തിൽ ആ പാദപീഠത്തിൽ കിടക്കുകയാണെങ്കിൽ നമ്മളെ കണ്ടില്ല എന്ന് നടിക്കുവാൻ കർത്താവിന് സാധിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അതായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ജനിച്ച് വചനത്താൽ കഴുകൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ തൈലം പൂശി നീതി എന്ന വസ്ത്രം ധരിച്ച് കളത്തിലിറങ്ങാം. അവൻ്റെ സന്നദ്ധയിൽ നമുക്ക് കിടക്കാം. നമ്മുടെ കാര്യം ബോധിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് അനങ്ങാതിരിക്കാം. കാര്യം സാധിക്കും വരെ വിശ്വസ്തയോടെ കാത്തിരിക്കാം. നമ്മുടെ അപ്പന് കാര്യം സാധിക്കും വരെ സ്വസ്ഥമായിരിക്കുകയില്ല. നമ്മുടെ കാര്യം സാധിച്ച് തരാൻ കർത്താവ് ബാധ്യസ്ഥനാണ്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ദയാലുവാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് നമുക്ക് കർത്താവിനോട് ചേർന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ട് ആമേൻ നമ്മൾക്ക് ജീവിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.